ആളുകൾ ചോദിക്കുന്നുണ്ട്, അന്നൊരിക്കൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ എല്ലാ നിർദ്ദേശങ്ങളും ശരിവെച്ചുകൊണ്ട് CIC-യുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒപ്പിട്ട് കൊടുത്ത് സമസ്തയ്ക്ക് കൈമാറി കത്ത്, അതനുസരിച്ച് ആ പ്രശ്നം തീർന്നതല്ലേ, പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ന്യായമാണ് ആ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്, കൃത്യമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ ഉള്ളിൽപ്പെട്ട ആളാണല്ലോ കക്ഷി, നിരന്തരം എഴുത്തുകുത്തുകൾ നടത്തുകയും നേരിട്ട് ചർച്ച ചെയ്യുകയും നേരിട്ട് ഉപദേശിക്കുകയും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പോലും നേരിട്ട് നവ്വറല്ലാഹു മർക്കദ, അവരുടെ ദർജയും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, നമ്മുടെ അഭിമാനമായിരുന്നു, നേരിട്ട് പറഞ്ഞിട്ടും അംഗീകരിക്കാത്ത അവസാന ഘട്ടത്തിൽ ഒരു നിർവാഹവുമില്ലാത്ത സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തത്. 2/7/22 എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ ജൂലൈ മാസം ആദ്യത്തിലാണ് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളും വന്യരായ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരും ഇരുന്ന് സമസ്ത പറയുന്ന തീരുമാനങ്ങളൊക്കെ നീണ്ട 1.5 വർഷക്കാലത്തിന് ശേഷം അതിനെ ജനറൽ സെക്രട്ടറി അംഗീകരിക്കാതെ വാശി പിടിച്ചു പോയപ്പോൾ തങ്ങളുടെ ഒരു ആധികാരികമായ സ്വഭാവം എന്ന് പറയാം, ആ തൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സമസ്ത പറയുന്ന മുഴുവൻ ശരിവെച്ചുകൊണ്ട് ഞാൻ നടപ്പാക്കാമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇതൊരു വസ്തുതയാണ്. പക്ഷേ അതിനുശേഷം പിന്നെന്തിനാണ് ഈ പുതിയ വിഷയങ്ങൾ ഉണ്ടായത്? അതോടുകൂടി ആ പ്രശ്നം തീരേണ്ടതല്ലേ എന്ന ന്യായമായും ചോദിക്കാവുന്ന ചോദ്യമാണ്. നമ്മുടെയും ചോദ്യം ഇതാണ്, അതിൻ്റെ ശേഷം എന്തിനാണ് പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ടായത്? ഹ്രസ്വമായി ഞാൻ പറയട്ടെ. വന്യരായ തങ്ങളുടെ തീരുമാനം വാർത്താ മാധ്യമങ്ങളിൽ വന്ന ദിവസം, എന്ന് വെച്ചാൽ സമസ്ത മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അത് വാഫി കോടതികൾ നടപ്പാക്കാമെന്ന് അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് സമസ്ത ശരിവെച്ചുകൊണ്ട് വാഫികൾക്കെതിരെ നടപടി പിൻവലിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് പരസ്യമായി പ്രഖ്യാപിച്ച അന്നത്തെ ദിവസം നിങ്ങൾക്കറിയുമോ, വഫിയ ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടു. ആ മെസ്സേജ് എന്താണ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കട്ടെ. ആ മെസ്സേജ് വളരെ കൃത്യമാണ്. ഈ കത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഒപ്പുവെച്ച കരാറ് സമസ്ത പ്രസിദ്ധീകരിച്ച ആ കത്ത് സ്റ്റാറ്റസും മറ്റും വെച്ച് അൽഹംദുലില്ലയും മറ്റും പറയുന്ന അവസ്ഥ വാഫികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. തുടങ്ങിപ്പാരാ. കാരണം തങ്ങൾ ഒപ്പിട്ട കത്ത് സമസ്തയ്ക്ക് നൽകിയത് മനസ്സാ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായി വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ഒരു വാഫി പോലും ഒരു വഫിയ പോലും അൽഹംദുലില്ല എന്ന് പാണക്കാട് തങ്ങളെപ്പറ്റി 100 വട്ടം നാവ് കൊണ്ട് വാചാരമാകുന്ന ഇവർ പറയുന്നു, ഒരു അൽഹംദുലില്ല തങ്ങളെ തീരുമാനത്തിൽ നൽകാൻ പാടില്ല, സ്റ്റാറ്റസ് ഇടാൻ പാടില്ല എന്ന്. അവരംഗീകരിച്ചല്ലോ ആ കുട്ടികൾ. ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ നിന്ന് വാന്യരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട് കൊടുത്ത കത്ത് അൽഹംദുലില്ല നന്നായി എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ ഞരങ്ങി നീങ്ങുന്ന ഈ വിഭാഗത്തിൽ ഒരാൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിന്നില്ല. അന്ന് തൊട്ട് തുടങ്ങി ബഹുമാന്യനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘകാലം ഈ ഉമ്മത്തിന് ആർജവത്തോടു കൂടി നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്യരായ ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിൻ്റെ കത്ത് ആദ്യം പറഞ്ഞു ഇത് വ്യാജ കത്താണ്, ഫേക്കാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പാവം ഉസ്താദ് പറഞ്ഞു ആ സമസ്തൻ്റെ ലെറ്റർ പേഡിൽ വിട്ടുകൊടുക്കുകയെന്ന് പറഞ്ഞു. മോയിൻകുട്ടി മാഷ് മാനേജർ സമസ്ത ലെറ്റർ പേഡിലാക്കിയത് വിട്ടുകൊടുത്തു. എപ്പോൾ പറഞ്ഞു ഈ സമസ്ത ലെറ്റർ പേഡ് വ്യാജമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലെറ്റർ പേഡ് ഒറിജിനൽ സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 14 കളവുണ്ട്, 10 കളവുണ്ട്, 9 കളവുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് പറയുന്ന കത്തിലെ മുഴുവൻ കാര്യങ്ങളും കളവാണ്, ഉസ്താദ് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് സാധാരണ വാഫി കുട്ടികളല്ല. ഞാൻ വാഫി കുട്ടികളെ എതിർക്കുകയല്ല. വാഫികൾ വലിയൊരു വിഭാഗം, ഇവിടെ തന്നെ സ്റ്റേജിൽ വാഫികളുണ്ട്, വലിയൊരു വിഭാഗം വാഫി സുഹൃത്തുക്കൾ, വഫിയ സുഹൃത്തുക്കൾ, സഹോദരിമാർ, അവരൊക്കെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പ്രശ്നക്കാർ കുറച്ചാണ്. ആ വിഭാഗം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത ഈ നിലപാടുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി കൃത്യമായി വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പച്ചയായി അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എഴുതുകയാണ്. ആര് വാഫികളാണെങ്കിൽ അവർ ചെറുപ്പക്കാരാണെന്ന് വിചാരിക്കാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ട കേസല്ല.
വാഫികളെ പഠിപ്പിക്കുന്ന, ഉത്തരവാദപ്പെട്ട PG ക്യാമ്പസുകളിൽ അവർ ഉസ്താദുമാരായി പഠിപ്പിക്കുന്ന, ഉത്തരവാദപ്പെട്ട ഡീൻ പോലുള്ള പോസ്റ്റുകളിൽ, പ്രിൻസിപ്പൽ പോലുള്ള സ്റ്റാഫ് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പരസ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഇകഴ്ത്തിക്കൊണ്ട്, അതിൻ്റെ ആദരണീയരായ നേതാക്കന്മാരെ പുച്ഛമായി സമൂഹത്തിൽ അപകീർത്തിക്കൊണ്ട്, അവമതിച്ചുകൊണ്ട് നിരന്തരമായി എഴുതുകയാണ്. ഇന്നലെ വരെ എഴുതുകയാണ്. ഇന്ന് എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ രാവിലെ പുറപ്പെട്ടത് യാത്രയിലാണ്. ഇന്നലെ വരെ എഴുതുകയാണ്. 2.5 മാസമായില്ലേ തുടങ്ങിയിട്ട്? ഒരു വാക്ക് അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പറഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞല്ലോ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കത്തിന് ആരും അൽഹംദുലില്ലാ സ്റ്റാറ്റസ് ഇടാൻ പോകണ്ട, അഭിനന്ദിക്കാൻ പോകണ്ട, കുട്ടികളനുസരിച്ചല്ലോ. ഒരു വാക്ക് തൻ്റെ നാവ് കൊണ്ട് സമസ്തയെ ഇകഴ്ത്തി കാണിക്കരുത്, സമസ്തയുടെ ആദരണീയരായ പണ്ഡിതന്മാരെ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളവരെയും വന്യ വയോധികനായ ആലിക്കുട്ടി ഉസ്താദിനെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് എഴുതല്ലേ എന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഈ മക്കൾ നിർത്തൂലേ? അദ്ദേഹം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പരോക്ഷമായി പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പോലും പരോക്ഷമായി സമസ്ത കേരള ജംഇയ്യത്തുൽ നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം, അല്ലേ? ഇത് തുടർന്നല്ലോ, കുറെ കാലം തുടർന്നല്ലോ. ആ കത്തുകളെ വാചകങ്ങൾ നമുക്കിവിടെ ഉദ്ധരിക്കാൻ കഴിയില്ല. ഇത് പൊതുസമൂഹം കേൾക്കുന്നതാണല്ലോ. ഇന്നും ഫേസ്ബുക്കിൽ ആ കത്തുകളൊക്കെ ലഭ്യമാണ്. വളരെ മോശമായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഇവർ. അല്പം നിലവാരം വേണ്ടേ? യാതൊരു നിലവാരമില്ലാതെയും വളരെ മോശമായി നികൃഷ്ടമായി എഴുതിക്കൊണ്ട് 2.5 മാസക്കാലം അവർ വിളയാടുകയാണ് സോഷ്യൽ മീഡിയയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും. ഇവരിൽ ചിലർ എഴുതിയ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോകും. ഒരുത്തൻ എഴുതിയൊരു വാചകം നിങ്ങളെ ഞാൻ സാമ്പിൾ കേൾപ്പിക്കാം. അയാൾ എഴുതിയിരിക്കുകയാണ്, സ്റ്റേജിൽ കയറി അധിക പ്രസംഗം നടത്തിയാൽ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറയിലെ മെമ്പറെയും വേറെ ചില ആളുകളെയും തുടർന്ന് പറയുന്നുണ്ട് അവരെയാണ് ഉദ്ദേശിച്ചത്. എന്തൊരു നികൃഷ്ടമായ ശൈലി! ഇസ്ലാമിക വിജ്ഞാനം, മത വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇത്ര നികൃഷ്ടമായ നിലയിൽ ആദരണീയരായ പണ്ഡിതന്മാരെ അവമതിപ്പിക്കാനാണോ പഠിപ്പിക്കുന്നത്? ഈ ശൈലിയിൽ വളരെ മോശമായി നിരന്തരം എഴുതിയതിൻ്റെ പല അവസാനം ബഹുമാനനായ ആലിക്കുട്ടി ഉസ്താദ് വളരെ രോഷാകുലനായി. അദ്ദേഹം പറഞ്ഞു, ഇന്ന വ്യക്തിയെ ആ സ്ഥാപനത്തിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിടണം, നിർദ്ദേശം കൊടുത്തു. അവസാനം പിരിച്ചുവിട്ടു. കാരണം ഉസ്താദിനെ വരെ പരസ്യമായി ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിൻ്റെ PG ക്യാമ്പസിൻ്റെ മേൽസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ഒരു വ്യക്തി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നിരന്തരം തുടർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബഹുമാന്യനായ തങ്ങളാണല്ലോ ഒപ്പിട്ട് തന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആർജമുള്ള നേതാവാണ്, തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാവാണ്. തങ്ങളെ തന്നെ അഭിമന്യരായ ഉസ്താദ്മാർ ഈ കാര്യം ധരിപ്പിക്കാൻ തീരുമാനിച്ചു. തങ്ങളെ കാര്യം ധരിപ്പിച്ച ശേഷം തങ്ങൾ പറഞ്ഞു, ഉസ്താദ്മാരുമായിട്ടൊന്ന് ഇരിക്കാൻ നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ്മാരുമായി ഒരുമിച്ചിരുന്നു. ഈ വിഷയത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കണം, ഇങ്ങനെ പോയാൽ വലിയ അപകടമാണല്ലോ എന്ന് വിലയിരുത്തി. അങ്ങനെ ഈ കഴിഞ്ഞ 22-ാം തീയതി, എന്നുവെച്ചാൽ 22/9/22 തൊട്ട് 22-ാം തീയതി അല്ല, അതിന് തൊട്ട് മുമ്പത്തെ 22-ാം തീയതി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബിൻ്റെ നേതൃത്വത്തിൽ ആദരണീയരായ നമ്മുടെ പണ്ഡിത നേതാക്കന്മാർ, മുഷാവറ നേതാക്കന്മാർ ഒത്തുകൂടി ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു. അവിടെ വെച്ച് 3 തീരുമാനങ്ങളെടുത്തു. CISൻ്റെ നേതാക്കൾ അറിയിച്ച അടിയന്തരമായി പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഒന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ തീരും. സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ പെരുമാറ്റച്ചട്ടം ഈ വാഫി കോളേജുകൾ നടപ്പാക്കാൻ ഇവർ തയ്യാറാക്കാൻ ഒരു വിധം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കും. അതുകൊണ്ട് ഒന്ന് അത് തീരുമാനിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ തയ്യാറാക്കിയ പെരുമാറ്റച്ചട്ടം അംഗീകരിക്കുമെന്ന് അവർ സമ്മതിക്കുക. മാന്യമായ നിർദ്ദേശം. ഈ കേരളത്തിലെ മൊത്തം മതസ്ഥാപനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന കാര്യം അവർക്കൊരു പ്രയാസം ഉണ്ടാകേണ്ടതില്ലല്ലോ. രണ്ടാമത്തെ കാര്യം വളരെ കൃത്യം. സമസ്ത കേരള ജംഇയ്യത്തുലമയെയും അതിൻ്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ എഴുതിയ ആളുകളെ തള്ളിപ്പറയുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അത് കുറച്ച് മേത്തുക്ക് തട്ടും. അവർ തള്ളി പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അവർക്ക് നടപടി സ്വീകരിച്ചാൽ അധിക ആളുകളൊന്നും വാഫി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ഉണ്ടാവില്ല, അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തീരുമാനം കുറച്ച് പ്രശ്നമാണ് അവർ മനസ്സിലാക്കി. മൂന്നാമതായി പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിവന്ദനായ പ്രസിഡന്റിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും ഇപ്പോഴത്തെ സമസ്ത ഒന്നുമല്ല, പഴയ സമസ്തയെ പോലെയല്ലെന്ന് പറഞ്ഞുകൊണ്ടും
ഈ പൊതുസമൂഹത്തിൽ സെനറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ സെനറ്റിൽ ഈ വിവിധ സ്ഥാപനങ്ങളുടെ സാധാരണക്കാരായ ഉമറാക്കളാണ് സെനറ്റിലെ ആളുകൾ. അത്തരം ആളുകളെ വെച്ച് സമസ്ത മുന്നിൽ വെച്ച് സമസ്തയുടെ പ്രസിഡന്റിനെ അപകീർത്തിക്കൊണ്ട്, സമസ്തയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിരന്തരം മുന്നോട്ട് പോയപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അവിടെ അഭിമന്യനായ എൻ്റെ സഹപ്രവർത്തകൻ എം പരീസ് സാഹിബും, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ഇബ്രാഹിം ഫൈസി വരാലും, എൻ്റെ പ്രിയങ്കരനായ അലി മാസ്റ്റർ കാവന്നൂർ കോളേജിൻ്റെ സെക്രട്ടറിയും രംഗത്ത് വന്ന് ചെറുത്തുന്നതിൻ്റെ പേരിൽ അവർ രണ്ടുപേരെയും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. CIC-യിൽ നിന്ന് ആ രണ്ടുപേരെയും തിരിച്ചെടുക്കുക. വളരെ അനിവാര്യമായ 3 കാര്യങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉസ്താദ്മാർ വെച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് അവരേറ്റവും വിളിച്ച് സംസാരിച്ച് തീരുമാനമാക്കാം. എന്നിട്ടോ 22-ാം തീയതി ഈ തീരുമാനമെടുത്തിട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട ഈ വിഷയത്തിന് ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഒരു മറുപടിയില്ല, മറുപടി കിട്ടാറില്ല. അവർ കഴിഞ്ഞ 2 വർഷക്കാലം, ഈ 1.5 വർഷം പിന്നെ 6 മാസം പിന്നിട്ടു. ഈ 2 വർഷക്കാലം കത്ത് കൊടുത്താൽ എപ്പോഴെങ്കിലും ഒരു മറുപടി കിട്ടും. ആ മറുപടി കൊടുത്ത ചോദ്യത്തിന് അവർ വേറെ ഉത്തരമാണ് എഴുതുക. അതിന് വിദഗ്ധരവർ. അവർ മറുപടികൾ വായിച്ചു നോക്കണം. അവർ മറുപടി കൊടുത്തില്ല. ശരിക്കും കൊടുക്കണ്ടേ മറുപടി? ന്യായമായ കാര്യങ്ങളല്ലേ സമസ്ത ആവശ്യപ്പെട്ടത്? എന്നിട്ട് സ്വാഭാവികമായി സമസ്ത മുഷാവറ 2 മാസത്തിലൊരിക്കൽ കൂടും. സമസ്ത മുഷാവറ 12-10 യോഗം ചേർന്നു. 12-10 കോഴിക്കോട് സമസ്ത മുഷാവറ യോഗം ചേരുന്നത് വരെ യാതൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നില്ല. ബഹുമാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, നാളെ മുഷാവറയാണ്, അതിനിടയ്ക്ക് വല്ല തീരുമാനം ഉണ്ടെങ്കിൽ തരണം. ഒക്കെ ബന്ധപ്പെട്ടു. പക്ഷേ ഈ ഘട്ടത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി വന്നിരായ തങ്ങൾക്ക് കൊടുത്ത മറുപടി നമ്മൾ അടിവരയിടേണ്ടതാണ്. തങ്ങളെ സമസ്ത ആവശ്യപ്പെട്ട കത്തിരു പ്രകാരം, രേഖ പ്രകാരം സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം എഴുതിയ ആളുകളെ തള്ളിപ്പറയും, അവർക്ക് നടപടിക്കും ചെയ്യാമെന്നല്ലേ. CIC-നെ അപകീർത്തിപ്പെടുന്ന വിധം ആര്യക്കുട്ടി ഉസ്താദിൻ്റെ കത്തുണ്ടല്ലോ, അതും നമുക്ക് പിൻവലിക്കേണ്ട, അതിനും നടപടി ഉണ്ടാകണ്ടേ. എത്ര വലിയ ധിക്കാരമാണിത്! വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ നേതാക്കന്മാരും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒരുമിച്ചെടുത്ത് പ്രശ്നപരിഹാരത്തിനായി അവസാനമായെടുത്ത തീരുമാനം, ആ തീരുമാനം നടപ്പാക്കാൻ സന്നദ്ധമല്ല എന്ന് പരോക്ഷമായി അറിയിച്ചുകൊണ്ട്, അങ്ങനെ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ആലിക്കുട്ടി ഉസ്താദിനെയും തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ആ കത്തിനും തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, ഇത് പോസിറ്റീവായ സമീപനമില്ലെന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം മുഷാവറ ചേർന്നു. മുഷാവറ വിഷയം ചർച്ച ചെയ്തു. ആദരണീയരായ നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനമെടുത്തു, ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അവർ കോഴിക്കോട് സമാന്തര സമ്മേളനമായി വിളിച്ചു ചേർത്ത ആ സന്നദ്ധാനവും കാലാമയിലേക്കുള്ള സാധാരണ സ്ഥാപനങ്ങൾ നടത്താറുള്ളത്, ഇത് സമസ്തയെ വെല്ലുവിളിച്ച് നടത്താമെന്ന് സങ്കല്പിച്ചതാ. ആ പരിപാടിയിൽ തൽക്കാലം സമസ്ത മുഷാവറ മെമ്പർമാർ പോകണ്ട, കീഴ്ഘടകങ്ങളുടെ നേതാക്കന്മാർ പോകണ്ട. ആ തീരുമാനം വന്നു. ആ തീരുമാനം വന്നപ്പോൾ ഇവർ ഭയചകിതരായി. ഇത് പ്രശ്നമെന്ന് മനസ്സിലാക്കി. ആ മുഷാവറ തീരുമാനം കഴിഞ്ഞ് തൊട്ട് പിറ്റേന്ന് ആലിക്കുട്ടി ഉസ്താദ് എവിടെ ഒരു സ്ഥലത്തൊരു പരിപാടിയിലാണ് അവർക്ക് ഒരു കത്തിരിഞ്ഞു തന്നു. എന്നാ കത്തിലെന്താ പറയേണ്ടത്? ഇതാ ഈ 3 തീരുമാനങ്ങൾ അംഗീകരിച്ചു എന്നല്ലേ പറയേണ്ടത്. ആ 3 തീരുമാനം അംഗീകരിച്ചു എന്ന് പറയുന്നതിന് പകരം 1-ാമത്തെ തീരുമാനത്തെക്കുറിച്ച് ഒരു പരാമർശമല്ല, 3-ാമത്തെ തീരുമാനത്തെക്കുറിച്ചും ഒരു പരാമർശമല്ല, 2-ാമത്തെ തീരുമാനത്തെക്കുറിച്ച് അവർ പറഞ്ഞത് വെള്ളം ചേർത്താ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പോസ്റ്റിട്ട ആളുകൾ തള്ളിപ്പറയുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്ന് സമസ്ത മുഷാവറയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. അവരെന്ത് ചെയ്തു? അവർ ചെയ്തത് സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും CIC-യെയും അതിൻ്റെ നേതാക്കളെയും, ഇന്നലെ ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ, വളരെ കൃത്യ ആ 2 വിഭാഗത്തെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റിട്ട ആളുകൾക്കെതിരെ തീരുമാനം ഉണ്ടാക്കണം. ഞാൻ കൃത്യമായി ആ വാചകം, അവരെ കത്തിലെ വാചകം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവരാ കത്തെഴുതിയ വാചകം നോക്കിക്കോ. ഇവിടെയാണ് പ്രശ്നം. അനുസരണം എന്ന് പറഞ്ഞ സംഭവമല്ല. ഇവർ സമസ്ത ആവശ്യപ്പെട്ട എന്താ 2-ാമത്തെ തീരുമാനം? 1, 3 മൗനാട്ടോ. 2-ാമത്തെ തീരുമാനം സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുന്ന വിധം സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും പോസ്റ്റിട്ടവരെ തള്ളിപ്പറയും, അവർക്കത് നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ഇവരെഴുതിയത് സമസ്തയെയും നേതാക്കളെയും CIC-യെയും പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നതുമായ
മുഖമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഇടപെടലുകളും അസത്യ പ്രസ്താവനകളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അവയുമായി CICക്ക് യാതൊരു ബന്ധവുമില്ല, അവയുമായി അബന്ധമില്ല. CICയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിനും മറ്റു വിഷയങ്ങൾക്കും നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊരു മറുപടി. എന്ന് വച്ചാൽ സമസ്തനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പച്ചയായി എഴുതിയ സായി സ്ഥാപനങ്ങളുടെ ഗുരുവര്യന്മാരുൾപ്പെടെയുള്ള വാഫി അലുമിനിയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള വഫിയ ബിരുദ പെൺകുട്ടികളെ പോലും അവർ പച്ചയായ ഒരു ഭാഗത്ത് തിരിച്ചൊരാൾ ഉത്തരവാദപ്പെട്ട ഒരാൾ എഴുതിയിട്ടില്ല. നമ്മളിപ്പോഴാണ് പറയാൻ തുടങ്ങിയത്. സമസ്ത പച്ചക്കൊടി കാണിച്ച ശേഷം പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം ഈ ഇരിക്കുന്ന ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉത്തരവാദപ്പെട്ട SKSന്റെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? SYSന്റെ ആരെങ്കിലും, മുഷാവറുടെ ആരെങ്കിലും ഒരാളും എഴുതിയിട്ടില്ല. പക്ഷേ ഇവർ നേരെ തിരിച്ചെന്താക്കി? സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും CICയെയും അതിൻ്റെ പ്രവർത്തകരെയും പിന്നെ അപകീർത്തിപ്പെടുന്ന പോസ്റ്റിട്ട ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകാം എന്ന് വെച്ചാൽ പച്ചയായി ആലിക്കുട്ടി സ്ഥാനത്ത് കൂടി നടപടി. ആലുസ്ഥാൻ ആകെ വിഷയത്തിൽ കത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. ഈ തരത്തിൽ ധിക്കാരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യും? എന്നാൽ ആലിക്കുട്ടി ഉസ്താദ് പാവം നല്ല മനുഷ്യനാണ്, നിഷ്കളങ്കനായ മനുഷ്യനാണ്. ഉസ്താദ് പറഞ്ഞു കത്ത് വാങ്ങി വെച്ചു, നിങ്ങളെ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ വരിയെന്ന് പറഞ്ഞു. എന്നാ വിരോധിച്ചു. തൊട്ട് പിറ്റത്തെ ശനിയാഴ്ച പട്ടിക്കാട് ജാമ്യനൂരിൽ വരാൻ പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു കത്ത് കൊടുത്ത ആൾക്കാർ. പിന്നെ ഫോണിൽ വാട്സപ്പിൽ അറിയിച്ചു വരില്ല എന്ന് അറിയിച്ചു. ഒരു അസൗകര്യം ഉണ്ട് പറഞ്ഞു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി ഇത് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കത്ത് രേഖ കൊടുത്ത ശേഷം വീണ്ടും ഇവർക്ക് നടപടി വരാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പ്രസക്തമാണ്. ആ ഉത്തരം പ്രസക്തമാണെന്ന് മാത്രമല്ല, ആ ന്യായം ഇപ്പോഴും നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും സമസ്തയെ പ്രത്യക്ഷമായും പരോക്ഷമായും അതിൻ്റെ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിരന്തരം ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമല്ലേ ചാനലുകളിൽ ഒരു വാഫി പ്രമുഖൻ പച്ചയായി സമസ്തയെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്? ഇത് മാത്രമല്ല, സമസ്തയുടെ അഭിവന്ദനായ പ്രസിഡന്റിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ പ്രമേയം അംഗീകരിച്ചല്ലോ. കുറച്ച് കാലമായി ഇവർ തുടങ്ങിയിട്ട് സമസ്തതൊക്കെ നോക്കിക്കാണുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നു. ഒന്ന് പാകം വരികയാണെങ്കിൽ ഇടപെടണ്ടല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ അധ്യക്ഷൻ ഇവർക്ക് ഇടയ്ക്കിടെ ഉപദേശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, ഉപദേശം കൊടുക്കാൻ ന്യായമുണ്ട്. അതിൻ്റെ അഡ്വൈസറാണ്, ഉപദേഷ്ടാവാണ് ബഹുമാന്യനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അവർക്ക് ഉപദേശം കൊടുത്തു. അവർക്ക് ആ ഉപദേശം അംഗീകരിക്കാൻ കഴിയില്ല. ഉപദേശം അംഗീകരിക്കാൻ കഴിയാവുന്നപ്പോൾ നിരന്തരം ഉപദേശമായപ്പോൾ സമസ്ത മുഷാവറ കൂടും, സമസ്ത പ്രസിഡന്റും സെക്രട്ടറി അവർക്ക് ഉപദേശം കൊടുക്കും. ആരും ഉപദേശം സ്വീകരിക്കില്ല. അപ്പോൾ ഇത് പ്രശ്നമാവുന്ന അവർക്കറിയാം. അപ്പോൾ അവരെന്താ ചെയ്തെന്നോ? അറ്റ കൈയാണ് അവർ ചെയ്തത്. ഒരുവിധം ആളുകൾ ചെയ്യാൻ കഴിയാത്ത കടുങ്കൈ. ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുൽ അധ്യക്ഷനെ അതിൻ്റെ ഉപദേശകൻ അഡ്വൈസർ എന്ന സ്ഥാനത്ത് നീക്കം ചെയ്യുന്ന ഭരണഘടനാ നിയമം കൊണ്ടുവന്നു. അതിനെതിരെ നിയമ നടപടിയുമായി പോയി എൻ്റെ പ്രിയങ്കനായ പരീ സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് സമസ്തൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഉപദേശിക്കുന്ന ആ പ്രസിഡന്റ് ഉപദേശകനാകണ്ട, മുഷാവറയിൽ ഏതെങ്കിലും ഒരു മെമ്പറായാൽ മതി ഉപദേശം, ഞങ്ങൾ തിരഞ്ഞെടുക്കും ചെയ്യുന്നു. അവർ തീരുമാനിച്ച് എഴുതി വെച്ചു. എന്തൊരു കടുത്ത നിലപാടാണിത്! ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റിനെ നീക്കം ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ഭേദഗതി വരുത്തി പൂർവ്വകാല സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഇവർ കത്തുകൾ കൈമാറി. എത്ര കത്തുകൾ കൈമാറിയാലും അവർ നെഗറ്റീവായിട്ടേ മറുപടി കൊടുക്കും. അവർ കൊടുത്ത ഞാൻ 1-2 മറുപടികൾ വായിച്ചു കേൾപ്പിക്കാം. നിരന്തരം ഈ വിഷയം പ്രശ്നമായപ്പോൾ അവർ ഏതെങ്കിലും നിലയ്ക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിലയിൽ പല മധ്യസ്ഥന്മാരും രംഗത്ത് വന്നെങ്കിലും ഒരു നിലയിലും സമസ്തൻ്റെ പ്രസിഡന്റിന് ആ സ്ഥാനത്ത് തുടരാൻ അവർ അനുവദിക്കില്ല. ഏതെങ്കിലും ഒരു മുഷാവറ മെമ്പറാക്കാം, അതിപ്പോൾ തൽക്കാലം മൂപ്പരനെയുള്ളോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. സമസ്തക്ക് ഔദ്യോഗികമായി കൊടുത്ത ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം, ഒരു വാചകം വായിച്ചു കേൾപ്പിക്കാം. നിലവിൽ സമസ്ത പ്രസിഡന്റ് CIC അഡ്വൈസർ ആണ്. ഇപ്പം മൂപ്പരനെയുള്ളോ, ഭേദഗതി ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. തുടർന്നും അദ്ദേഹം തന്നെ ആയിരിക്കണമെന്നാണ് ജനറൽ ബോഡിയുടെ ധാരണ. കണ്ടോ, തീരുമാനമല്ല, വളരെ കൃത്യമാണ് അവർ ഇത് കത്ത്. തുടർന്നും അദ്ദേഹം തന്നെ ആയിരിക്കണമെന്നാണ് ജനറൽ ബോഡിയുടെ ധാരണ. എപ്പോൾ വേണമെങ്കിലും മാറ്റാം, കാരണം ഭരണഘടനകൾ ഭേദഗതി ചെയ്തിരിക്കണം, ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അതൊരു കത്ത് മാത്രമല്ല, വീണ്ടും സമസ്ത വിഷയം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ 1.5 വർഷക്കാലം പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി. സമസ്തയെ പോലെ സംഘടനക്കാല ലോകത്ത് ഇങ്ങനെ ക്ഷമ വേറെ ആർക്കും ഉണ്ടാവില്ല. അത്ര കാലത്തെ ക്ഷമ. വീണ്ടും സമസ്ത എഴുതിയപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത മറുപടി. സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ
നടപ്പ് ഊഴം കഴിഞ്ഞ് ഒരു ഊഴം കഴിഞ്ഞു, അടുത്ത ഊഴം കൂടി ഉസ്താദിനെ എന്നൊരു ധാരണ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചോളി, ഒരു ചാൻസും കൂടി, ഒരു കൊല്ലം കൂടി നിങ്ങൾ അനുവദിക്കുക. അതാ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടപ്പ് ഊഴം കഴിഞ്ഞ് തുടർന്നും CISയുടെ അഡ്വൈസറായി തുടരണമെന്ന് 12/2/22 സെനറ്റ് ധാരണ ഈ സിൻഡിക്കേറ്റ് ആവർത്തിച്ചിരിക്കുന്നു. സിൻഡിക്കേറ്റ് ആവർത്തിച്ചു. ആ ധാരണ എപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ ഒഴിവാക്കിയിട്ടില്ല, പിന്നെ ഒഴിവാക്കുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തരത്തിൽ ആരെയാണ് ഈ പിന്നെ കൊച്ചാക്കുന്നത്? ആരെയാണ് ഈ പുച്ഛിക്കുന്നത്? ആരെയാണ് അവമതിക്കുന്നത്? കേരളത്തിലെ മുസ്ലിം സമൂഹം മൊത്തം ആദരിക്കുന്ന, അതിൽ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, APK ഒരു വിഭാഗത്തിന് വ്യത്യാസമില്ല. കാരണം സമസ്തൻ്റെ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം ആദരിക്കുന്ന വലിയ പോസ്റ്റുള്ള വലിയ മഹാനായ പണ്ഡിതനാണ്. ആ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സ്വന്തം സംഘടനക്കകത്തുള്ള ഒരു ഉത്തരവാദപ്പെട്ടയാൾ ഇത്ര മോശമായി അവമതിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഡ്വൈസർ സ്ഥാനത്ത് സ്ഥിരമായി നിലനിർത്തുക എന്ന സമസ്തൻ്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളായിക്കോളുന്നില്ല, സമസ്തൻ്റെ പ്രസിഡന്റ് അത് നിലനിർത്തണമെന്ന് സമസ്ത മുഷാവറ 40 പണ്ഡിതന്മാർ ചേർന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുന്നു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല. തൽക്കാലം ഞങ്ങൾ തുടരാനൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ പിടിച്ചോ, ഒരു ഊഴം കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ തങ്ങളെ പുച്ഛിച്ചുകൊണ്ട് സമസ്തക്ക് മറുപടി നൽകുന്ന രീതി, ഇത് നിസ്സാര വിഷയമായി തള്ളിക്കളയാൻ കഴിയുമോ? ശരിക്കട്ട് ആഴത്തിൽ ഇറങ്ങിപ്പോയാൽ ഇവർ വളരെ കൃത്യമായി സമസ്ത കേരള ജമ്മിയത്ത് നമ്മുടെ അധ്യക്ഷനെ മാറ്റിയിട്ട് പകരം ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. തെളിവുകൾ ഞാൻ തരാം, ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തെളിവുകൾ തരും. പക്ഷെ ആ ക്യാമ്പയിൻ വിജയിക്കാതെ പോയത് സ്വന്തക്കാരുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരാളും സ്വന്തം ഒപ്പം നിൽക്കുന്ന ഒരാൾ പോലും അത് അപകടകരമാവും. തങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ക്യാമ്പയിനുമായി പരസ്യമായി രംഗത്ത് വന്നാൽ നമുക്ക് പ്രതിസന്ധികൾ വരുമെന്ന് പറഞ്ഞു തൽക്കാലം ഉൾവലിഞ്ഞതാണ്. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം നീക്കം ചെയ്യേ. മഹാനായ തങ്ങളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ ഇന്നും യൂട്യൂബിൽ ലഭ്യമല്ലേ. ഈ രീതിയിൽ സമസ്തയുടെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും അവമതിച്ചുകൊണ്ട് നിരന്തരം പോകുന്ന രീതി, ഈ നിരന്തരം പോകുന്ന രീതി വളരെ പ്രകടമാണ്. ഇതൊക്കെയായിട്ടും നമ്മുടെ ആദരണീയരായ ഗുരുവര്യന്മാർ ക്ഷമാപൂർവം അയാളെ വിളിച്ചും ഉപദേശിച്ചും ഉണർത്തി എങ്ങനെയെങ്കിലും തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ചേളാരി സമസ്ഥാലയത്തിലേക്ക് ആദരണീയരായ നമ്മുടെ മഹാപണ്ഡിതന്മാർ മുഷാവറ തീരുമാനപ്രകാരം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനനായ MT അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് അവർ, മുഷാവർ നമ്പർ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർ, മുഷാവർ നമ്പർ V മൂസക്കോയ മുസ്ലിയാർ അവർ, മുഷാവർ നമ്പർ K ഹൈദർ ഫൈസി പനങ്ങാങ്കര അവർ, മുഷാവർ നമ്പർ വാക്കോട് മൊയ്തുമുട്ടി ഫൈസി, ഈ 6 പണ്ഡിതന്മാർ സമസ്ഥാലയത്തിലേക്ക് ചേളാരിയിലേക്ക് ഈ പറയുന്ന ടീം മുന്നോട്ട് വരാൻ പറഞ്ഞു. CISന്റെ നേതാക്കളോട് ഈ പ്രശ്നം നേർക്കുനേരെ പറഞ്ഞ് തീർക്കാം. എന്താണ് ഇപ്പോൾ ഇതിലത്തെ അവ്യക്തത? സമസ്ത പഠനത്തിലെ ഗൗരവമുള്ള വിഷയമാണോ? ചെറിയ ചെറിയ വിഷയങ്ങൾ അത് പരിഹരിച്ച് നമുക്ക് ഒന്നിച്ചു പോയിക്കൂടെ? അവർ വന്നല്ലോ. അവരോട് ഒന്നാമത്തെ വിഷയം തന്നെ പറഞ്ഞു തുടങ്ങി. വിവാഹപ്രായം എല്ലാ കുട്ടികൾക്കൊന്നും ഇപ്പോൾ വിവാഹം 21 വയസ്സിന് മുമ്പ് തന്നെ വേണ്ടി വരില്ല. ഏതെങ്കിലും അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണല്ലോ, അത് ഇസ്ലാമിൻ്റെ നിയമമല്ലേ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് കിതാബിയായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, വേറെ ചർച്ച ചെയ്യാൻ. ആരോടാണ് ഈ പറഞ്ഞത്? അത് നമുക്ക് കിതാബിയായി ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണോ? നിങ്ങൾ പറയുന്ന മസ്അല അതിനെതിരെ എനിക്ക് തെളിയിക്കാൻ സാധിക്കും, എൻ്റെ അടുത്ത് കിതാബിൽ തെളിവുണ്ട്, നമുക്ക് സംവാദം നടത്താനാണ് പറയുന്ന അർത്ഥം. ഈ നിലയിലാണ് നമ്മൾ പിരിഞ്ഞു പോയത്. ഇത് കുറച്ച് കെണിഞ്ഞ കേസല്ലേ സഹോദരന്മാരെ? ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ വലിയ 40 ആലിമ്യങ്ങൾ, കുറച്ച് വയസ്സായ നല്ല പാണ്ഡിത്യമുള്ള ദർസൊക്കെ നടത്തി ഇൽമിൽ നല്ല അഗാധ പാണ്ഡിത്യമുള്ള പൊതുവെ സൂക്ഷ്മതയുള്ള പ്രതിഭാശാലികളായ വലിയ പണ്ഡിതന്മാർ മാത്രമല്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ 97 വർഷം മുമ്പ് 96 വർഷം മുമ്പ് ഒരു പ്രത്യേകമായ ചില ഇലാഹിയായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വലിയ സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫ്യങ്ങളും രൂപം കൊടുത്ത സംഘത്തിൻ്റെ ബാക്കി പത്രമല്ലേ ഇവർ? അവർ പറയുമ്പോൾ ഒന്ന് മാനിച്ചുകൂടെ? ഇപ്പോൾ ഒരു കാരണന്മാർ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തൽക്കാലം മാനിക്കുക. തിരക്കിടലൊരു വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞെങ്കിൽ സ്വീകരിച്ചില്ലല്ലോ. ഞാൻ സൂചിപ്പല്ല, പാണക്കാട് സയ്യിദ് ഹാദിൽ ഷാ തങ്ങൾ മുഷാവറിൽ ചർച്ച കേട്ടിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ അയാളോട് വിളിച്ച് പറഞ്ഞോളാം, ഞാൻ നേരിൽ പറയാം. തങ്ങൾ പറഞ്ഞു എന്ന വിവരം ഉസ്താദ്മാർ അറിയിക്കുകയും ചെയ്തു. സ്വീകരിച്ചില്ലല്ലോ. ഇത് മാത്രമല്ല, അതിന് മുമ്പ് വേറെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോയ കാലങ്ങളിൽ തന്നെ. ഈ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഒരു നിർദ്ദേശവും മാനിക്കാതെ സമസ്തയുടെ തീരുമാനങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് സമസ്തയെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി സത്യത്തിൽ ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. വിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. സൂറത്തുൻ നിസാ 59-ാം സൂക്തം പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും
ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുള്ളാഹ് അനുസരണമാണ്, അള്ളാഹിനെ അനുസരിക്കണം. വ അത്തിയുർ റസൂൽ, റസൂലിനെ അനുസരിക്കണം. അവിടെ പറഞ്ഞു വേണം നിർത്തിക്കൂടെ? അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചാൽ കംപ്ലീറ്റ് ആയല്ലോ. പക്ഷെ അള്ളാഹു നിർത്തിയിട്ടില്ല. വ ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കളെയും അനുസരിക്കണം. ആ ഖുർആൻ ആയത്തിലെ തഫ്സീറിൽ പറയുന്നുണ്ട്, അൽ ഉലമ വൽ ഫുഖഹ വൽ ഉമറ, എല്ലാ തരത്തിലുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെ പെടുകയും നേതൃത്വം പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ അംഗീകരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരെയും അനുസരിച്ച്. ഖുർആൻ്റെ നസ്സല്ലേ, സുവ്യക്തമായ പ്രസ്താവനയല്ലേ. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പണ്ഡിത സഭ അവരെ അമാനിക്കുക, അവർ പറഞ്ഞ അനുസരിക്കുക എന്ന ഖുർആൻ്റെ അധ്യാപനത്തിൽ പ്രകടമായി കാണുന്ന യാഥാർത്ഥ്യമല്ലേ? ഈ ഖുർആനെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ സ്വന്തം പാളയത്തിൽ നിന്നുകൊണ്ട് ഈ സമസ്തയുടെ അധ്യക്ഷനെതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരെടുക്കുന്ന ഒരു തീരുമാനവും മാനിക്കാതെ മുന്നോട്ട് പോകുന്നതും. അവസാനം ഇവർ കൊടുത്ത മറുപടി എന്താണോ? ഞങ്ങൾ അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇവർ പറഞ്ഞു, കുറേ കത്തുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അവസാനം അവർ കൊടുത്ത മറുപടികൾ അവർ പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം അങ്ങനെ സംഘടനാപരമായി അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയല്ല. CIC ഒരു സ്വതന്ത്ര ജനറൽ ബോഡിയാണ്, അതിൻ്റെ അധികാരം CICക്ക് തന്നെയാണ്. മറ്റ് കാര്യങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നിർവാഹമില്ല എന്ന് പച്ചയായി ഇവർ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എഴുതി കൊടുത്ത കത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ആ വാചകങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവർ കൃത്യമായി എഴുതി കൊടുത്ത കത്തിൽ 6/4/21 അവർ കൊടുത്ത കത്ത്, വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട തീരുമാനം നിങ്ങളിങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നിലവിലുള്ള ഭരണഘടന പ്രകാരം ശറഇന് വിരുദ്ധമല്ലാത്ത അത്തരം ഭരണപരമായ കാര്യങ്ങൾ CICക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അതിൽ മുഷാവറ ഇടപെടേണ്ട. അത് ശറഇനെതിരല്ലെങ്കിൽ ഞങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്ത തീരുമാനം 27/6/22 അവർ കൊടുത്ത കത്ത്, CIC രജിസ്ട്രേഡ് സൊസൈറ്റിയാണ്, അതിൻ്റെ പരമാധികാരം അതിൻ്റെ ജനറൽ ബോഡിയിൽ നിക്ഷിപ്തമാണ്. CICക്ക് സമസ്തയുടെ ആദർശ ബന്ധമാണുള്ളത്. അപ്പുറത്ത് പറയുന്നത് സംഘടനാ ബന്ധമില്ല. ആദർശ ബന്ധമാണ് ഈ കാന്തപുര വിഭാഗത്തിൽ നമ്മളൊരു ആദർശ ബന്ധമല്ലേ. ഇവർ പറഞ്ഞ ആദർശ ബന്ധം ഭരണഘടന ഈ പുതുക്കിയിൽ പറയുന്നുണ്ട്. അശ്അരി ത്വരീഖത്ത് അഖീദിൽ അല്ലെങ്കിൽ അബൂ മൻസൂർ മാതുരിദിൻ്റെ ത്വരീഖത്ത്, രണ്ടിലൊരു വിശ്വാസ പ്രമാണം. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബ് അംഗീകരിക്കുക, എന്നാൽ സുന്നി ആദർശമായി. ആദർശ ബന്ധമാണ് ഈ കാന്തപുരം വിഭാഗത്തിൽ നമ്മളൊരു ആദർശ ബന്ധം ഉണ്ടല്ലോ. തെബിലി ഒരുപാട് സമസ്തൻ്റെ കടുത്ത ശത്രുക്കളായ ആളുകളുണ്ട്. സാക്ഷാൽ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ അവരും സമസ്ത ആദർശ ബന്ധമുണ്ടല്ലോ. ഈ ആദർശ ബന്ധേ നമുക്ക് സമസ്തയായിട്ടുള്ളൂ, സംഘടനാ ബന്ധമല്ല. അപ്പോൾ സംഘടനാ ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ബന്ധം നമ്മൾ തമ്മില്ല. പച്ചയായി സമസ്തൻ്റെ മുഖത്ത് നോക്കി പറയല്ല ചെയ്ത് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ മനസ്സിലാക്കുക, ഈ രീതിയിൽ നിരന്തരം മുന്നോട്ട് പോയപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇത് CICക്കെതിരല്ല, വാഫിക്കെതിരല്ല, വഫിയക്കെതിരല്ല. ഇൻഷാ അല്ലാഹ് ആദരണീയ നമ്മുടെ പണ്ഡിതന്മാർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ, അതിൻ്റെ അധ്യക്ഷ നേതൃത്വത്തിൽ വളരെ കൃത്യമായി എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുമുണ്ടോ അതൊക്കെ തിരുത്തിക്കൊണ്ട് CIC പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തയുടെ തണലത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വിഷയത്തിൽ വേണ്ട. പിന്നെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ വാഫിക്കെതിരാണെന്നുള്ളതാണ്. ഞാൻ വാഫിക്കെതിരോ അനുകൂലതയോ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം, ഞാനൊരു വ്യക്തിയാണ്. പക്ഷേ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഉത്തരവാദപ്പെട്ട ആളുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചരിത്രത്തിലോ ഞാനും വാഫിയുമായുള്ള ബന്ധം, SKSSFിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വിനീതൻ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് വാഫി സംവിധാനം തുടക്കം കുറിച്ചത്. അന്ന് SKSSFിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ വാഫി സംവിധാനം തുടക്കം കുറിക്കുന്നു തീരുമാനം പത്രത്തിൽ വന്നപ്പോൾ അതിന് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രമേയം അംഗീകരിക്കുകയും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അന്നത്തെ മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറി, ഇത് ഇവരെ വ്യക്തിപരമായ കാര്യങ്ങൾ മർക്കസാണ് നടത്തിയത്, മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറി KT കുഞ്ഞുട്ടി ഹാജി, അദ്ദേഹം മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അഭിനന്ദന കത്തയക്കുകയും ചെയ്ത ആളാണ്. ഞാൻ നേരിട്ട് എഴുതിയ ആളാണ്. കുഞ്ഞുട്ടി ഹാജി കാണുമ്പോൾ പലപ്പോഴും അഭിനന്ദനം അറിയിക്കാറുണ്ടായിരുന്നു, സന്തോഷം രേഖപ്പെടുത്താറുണ്ടായിരുന്നു. മതിയോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകനെയും മകളെയും വാഫി കോളേജിൽ പഠിപ്പിക്കുകയും വഫിയ കോളേജിൽ പഠിപ്പിക്കുകയും കംപ്ലീറ്റ് കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്ത കൂട്ടത്തിലാണ് ഞാൻ വാഫിക്ക് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുമോ? മാത്രമോ, എൻ്റെ മക്കൾ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ MPT ഉണ്ട്, മൊത്തം കോളേജുകളുടെ മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ വാഫിക്കെതിരാണ് ജനറൽ സെക്രട്ടറി ആകുമോ? എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാന്തിമാർ മനസ്സിലാക്കുക, ചിന്തിക്കുക.
എന്ന് മാത്രമല്ല, അവസാന നിമിഷം വരെ എൻ്റെ ബന്ധം വെച്ച് ആദരണീയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട്, ആദരണീയ സമസ്തയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട്, ഇവരുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവസാന ഘട്ടം വരെ ശ്രമിച്ച് ബഹുമാന്യൻ അവസാന ഘട്ടത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ വിനീതനും അബ്ദുസമദ് പൂക്കോട്ടൂരും തങ്ങളവர்கள் ഈ സമസ്ത വെച്ച നിർദ്ദേശമനുസരിച്ച് ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. സമസ്ത വിദ്യാഭ്യാസ ബോർഡിൽ തങ്ങളത് അവതരിപ്പിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് MT ഉസ്താദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അംഗീകരിച്ചു. അതനുസരിച്ച് തൊട്ട് പിന്നത്തെ ചൊവ്വാഴ്ച പാണക്കാട് 2 മണിക്ക് ഉത്തരവാദപ്പെട്ട ചില ആളുകൾ ഇരുന്നു കൊണ്ട് സംസാരിച്ച് ഫൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഫോർമുല റെഡിയായി. കാരണം ജനറൽ സെക്രട്ടറിയും ഈ CSL ജനറൽ സെക്രട്ടറി അംഗീകരിച്ചു, തങ്ങളും അംഗീകരിച്ചു, ഉസ്താദുമാരും അംഗീകരിച്ചു. പ്രശ്നം തീർന്നല്ലോ. 2 മാസം മുമ്പ് നടന്ന സംഭവമാണ്. അതിന് ആ യോഗത്തിൽ വെച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇവിടെ മായനാജി കടന്നല്ലോ, മായനാജി ആ സിറ്റിങ്ങിൽ ഒന്ന് നിങ്ങൾ ഉണ്ടാകണം. ഇസ്മായിൽ കുഞ്ഞാജി മാന്നാറുണ്ട്, ഇസ്മായിൽ ഒന്ന് നിങ്ങൾ ഉണ്ടാകണം. പിന്നെ തങ്ങൾ ചില ആളുകൾ പറഞ്ഞിരുന്നു, അവരൊക്കെ നമുക്ക് വിളിക്കണം, ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഇന്നിന്നൊക്കെ ആൾക്കാരെ വിളിക്കാം, നമുക്ക് ആ പ്രശ്നം അന്ന് ഇൻഷാ അല്ലാഹ് തീരുമാനിക്കാം. കാരണം ഒരു ഗ്രൂപ്പായി മൂപ്പർ പറഞ്ഞ മാതിരി ഇപ്പോൾ ഉസ്താദ്മാരും അംഗീകരിച്ചല്ലോ, ചെറിയൊരു ഭേദഗതിയോടുകൂടി. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ചൊവ്വാഴ്ചയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിനീതനെ ടെലിഫോൺ വിളിക്കുന്നു. വൈസി നമ്മളാ പറഞ്ഞ കാര്യം നാളെ നടക്കൂല കേട്ടോ. എന്തെന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം തങ്ങളോട് പറഞ്ഞ ചോദിച്ച് ഫോണിൽ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട്. തൊട്ട് പിറ്റത്താഴ്ചയാണ് തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ടയിൽ സമസ്തയുടെ കോളേജ് ഉദ്ഘാടനം. അവിടെ തങ്ങളുണ്ട്, ഫ്രീ ടൈമുണ്ട്. തങ്ങളോട് ചോദിച്ചു, തങ്ങൾ പിന്നെ എന്തേ സംഭവിച്ചതെന്ന് ചോദിച്ചു. തങ്ങളിങ്ങനെ പറഞ്ഞു, അതിപ്പോൾ അവിടെ വന്ന് പാണക്കാട് വന്നിട്ട് തർക്കിച്ച് കാണ്ട് തെറ്റിപ്പിരിയ പോലും പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. പാണക്കാട് തെറ്റിപ്പോയി പറഞ്ഞാൽ അത് നടക്കൂല, നീ ഉസ്താദുമാരെ കണ്ട തീരുമാനം എടുത്തോട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? അയാൾ അംഗീകരിക്കൂല. അയാൾ കൃത്യമായി അംഗീകരിച്ച് തങ്ങളോട് പറഞ്ഞ കാര്യമനുസരിച്ച് തങ്ങൾ മുൻകൈ എടുത്ത് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പാസ്സാക്കിയ കാര്യം ലാസ്റ്റ് ആൾ വഴുതി മാറി. ഞാൻ സൂചിപ്പിച്ചത് ഇതായത് വഴുതി മാറിയ കാര്യം പറയാനല്ല, ഞാൻ വാഫിയുടെ ശത്രുവാണ്, വാഫി പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ദുഷ്പ്രചരണം നടത്തുന്ന ആ പ്രചരണങ്ങളിൽ വഞ്ചിതരായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവസാന നിമിഷം വരെ നേരെയാക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഒരു സാധുവാണ് ഈ വിനീതനും. പിന്നൊരു കാര്യം ഓർക്കുക, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിൻ്റെ ആദരണീയ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്. മഹാനായ തങ്ങളവരുകളെയും ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത്തരം ദുഷ്ശക്തികളെ ഒരു നിലക്കും അതിന് അനുവദിക്കാതെ ഈ SKSSF പടയണി മതി. തീർച്ചയായും ആ കാര്യം വിജയകരമായി അന്തസ്സോടും സമസ്തയ്ക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയാണം ഈ കുട്ടികൾ തീർക്കും. അന്ന് തീർത്ത പാരമ്പര്യമുള്ള മക്കളാണിത്. അന്ന് ശംസുലമ EK ഉസ്താദിനും കണ്ണിയത്ത് ഉസ്താദിനും മഹാന്മാരായ ഉലമാക്കൾക്കും വിലങ്ങ് തടി സൃഷ്ടിച്ചുകൊണ്ടൊരു വിഭാഗം രംഗത്ത് വന്നപ്പോൾ അവർക്കെതിരെ നെഞ്ച് വിരിച്ച് പോരാടിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനും ഈ സംഘത്തെ ശക്തിപ്പെടുത്താനും രംഗത്ത് വന്ന SKSF ചുറുചുറുക്കള മക്കൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നിസ്സാരമാണ്, ഇത് അവഗണിച്ചു പോകാനേ ഉള്ളൂ. പക്ഷേ നമ്മളിത് കൈകാര്യം ചെയ്യും. സമസ്ത മുന്നോട്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.